ഇപ്പൊ അനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. വാടകയുടെ കാര്യമാണെങ്കിൽ വാടക 4500 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വാടക തന്നെ ഇപ്പോഴും കിട്ടാത്ത ആളുകൾ. ഇന്നും എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു വാടക കിട്ടുന്നില്ല, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാടക വരുന്നില്ല. ശരിയാണ്, ഞാൻ സമ്മതിക്കും. ആളുടെ പേര് ഞാൻ പറയാം. ആളുടെ പേര് ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ഞാൻ പറയാം. സൈനബ മണ്ണിൽത്തൊടി, സൈനബ മണ്ണിൽത്തൊടി, ആ ചൂരൽമലയിലെ സൈനബ മണ്ണിൽത്തൊടി. ഇനി ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചറാ. ചൂരൽമല പറഞ്ഞോളൂ. അവരെ വിളിക്കട്ടെ. ഞാൻ പറയുന്നത് ലൈവില് വിളിക്കൂ. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നമുക്കൊപ്പം സൈനബ ഇപ്പോൾ ചേരുന്നു. നേരത്തെ അനിൽകുമാർ ആവശ്യപ്പെട്ട PK ഫിറോസ് നേരത്തെ സൂചിപ്പിച്ച സൈനബ നമുക്കൊപ്പം ചേരുന്നു. ഞാൻ അനിൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തി പോകാം. അനിൽകുമാറിനും ചോദിക്കാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു മാസത്തെ വാടകയും കിട്ടിയില്ലേ? ഇല്ല, ഒരു മാസത്തിനും കിട്ടിയിട്ടില്ല. ശ്രീ അനിൽകുമാർ, ഹലോ. കേൾക്കാം. മകനാണ് ബഷീർ. അല്ല, എത്ര മാസമായി നിങ്ങൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നു ശ്രീ ബഷീർ? എത്ര മാസമായിട്ട്? അത് തന്നെ. അല്ല, എത്ര മാസമായി താമസിക്കുന്നു? എത്ര മാസത്തെ വാടകയാണ് ഇനി കിട്ടാനുള്ളത്? അങ്ങനെയൊക്കെ വഴിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഈ മീനങ്ങാടിയിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വിവരം അല്ല, വാടകയ്ക്ക് താമസിക്കുന്ന വിവരം പഞ്ചായത്തിനെയും അധികൃതരെയും അറിയിച്ചിരുന്നോ? അതൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ 1ഉം 2ഉം തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ മിന്നാതെ പിന്നെ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. ഞാനും എന്റെ അനിയനും എന്റെ പെങ്ങളും എന്റെ ഉമ്മയും കൂടെ പോയിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവരോട് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പിന്നെ അപ്പൊ അവർ പറഞ്ഞു വില്ലേജിൽ നിന്ന് എന്തോ ഒരു പേപ്പർ സാങ്ഷൻ ആകാണ്ട് 10,000 രൂപ അടിയന്തര ധനസഹായം കിട്ടിയിരുന്നോ? അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ 300 രൂപ മാസം ഓരോ ദിവസവും കിട്ടുന്നത് കിട്ടിയിരുന്നോ? അതും കിട്ടിയിട്ടുണ്ട്. അത് 300 കിട്ടിയോ? അതും കിട്ടി. അപ്പൊ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, PK ഫിറോസ് പറഞ്ഞത് ശരിയാണ്. സൈനബയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം 10,000 കിട്ടി. 300 രൂപ വീതം ദിവസം എന്ന നിലയിൽ മാസം കിട്ടേണ്ട പണവും കിട്ടി. പക്ഷേ വാടക കഴിഞ്ഞ 3 മാസമായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാരും വിളിച്ചു.